പുറമേ നല്ല മുരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ആ ഒരു ബ്രെഡ് പക്കോട ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. നല്ല എരിവുള്ള ചില്ലി ചട്നി, ചില്ലി സോസോ ടൊമാറ്റോ സോസിലോ ഒക്കെ ഒന്ന് നന്നായിട്ട് മുക്കി കഴിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, പണ്ട് മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് നിങ്ങളും പറയും, ഉറപ്പാ. അയ്യോ, ശരിക്കും സംഭവം വണ്ടർഫുള്ളാ. സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ ഈ ഒരു ബ്രെഡ് പക്കോട നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവോ അല്ലെങ്കിൽ കടലമാവോ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് അതെടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ കായം ഒരു 1/4 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സവോള അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേറെ എന്തെങ്കിലും ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്, വെറും 5 മിനിറ്റിൽ. ഓക്കെ, പിന്നെ മല്ലിയില, അതിന് പകരം കറിവേപ്പില ഇട്ടാലും മതി. എല്ലാവരുടെയും വീട്ടിൽ മല്ലിയില ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു കയ്യിൽ തൈര്. പിന്നെ ഉണ്ടല്ലോ ഈ അയമോദകം, അത് ഓപ്ഷണലാണ്. അതായത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല, എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ സാധാരണ ഈ നമ്മൾ ബോംബെന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ പക്കോട കഴിക്കുമ്പോൾ അതിൽ മിക്കവാറും ഈ അജ്വൈൻ, അവരങ്ങനെയാണ് പറയുക, നമ്മുടെ അയമോദകം ഉണ്ടാവും, പെരിഞ്ജീരകവും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ തൽക്കാലം ഉള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലും മതി. പിന്നെ ഉള്ളത് ഈ പിസ്സയ്ക്കും പാസ്തയ്ക്കൊക്കെ നമ്മളിടുന്ന ഒറിഗാനോ ഉണ്ടല്ലോ, ആ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതൊരു പ്രത്യേക ഫ്ലേവർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു 2 പിഞ്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴും പക്കോട ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ഇതിൻ്റെ ഈ മാവുണ്ടല്ലോ, ബാറ്റർ, അത് നന്നായിട്ട് ഇതുപോലെ ഈ ഉള്ളിയും എല്ലാ സാധനങ്ങളും നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം. അപ്പോൾ ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് ഉടച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് അതിലേക്ക് ഈ മാവിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പക്കോടയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഈ ഉള്ളിയും നമ്മുടെ മല്ലിയിലയും ബാക്കിയുള്ള പെരിഞ്ജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രെഡ് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ബ്രെഡ് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും കട്ട് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചുകൂടി വണ്ടർഫുൾ ആക്കാനായിട്ട് റൗണ്ടിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അതല്ല മെനക്കെടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ബ്രെഡ് പീസ് അങ്ങനെ തന്നെ മുക്കിയിടുകയും ചെയ്യാം. അത് ഇത്തിരി ആർഭാടായി പോയില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ പീസ് നമ്മുടെ മാവിലേക്ക് മുക്കിയതിന് ശേഷം, മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഏകദേശം ഇഡ്ഡലി മാവിനേക്കാളും ഒരിത്തിരി കൂടി ലൂസായിട്ടാണ് കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ പറ്റിയിട്ട് ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്, നല്ല പാത്രങ്ങൾ എടുത്തുകൂടെയെന്ന്. ശരിയാണ്, നമ്മുടെ പാത്രങ്ങളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. പുതിയത് വാങ്ങിക്കാൻ പുറത്ത് പോകാൻ പറ്റുന്നില്ല ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മൾ. നിങ്ങൾക്ക് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ, ഏത് പാത്രങ്ങളാണ് ലോങ് ലാസ്റ്റിംഗ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ലത് എന്നുള്ളത് ഒന്ന് അറിയിക്കുകയാണെങ്കിൽ എനിക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ബ്രെഡ് പക്കോട അതാ റെഡിയായി കഴിഞ്ഞു. കണ്ടോ എൻ്റെ അമ്മോ, കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ഒന്നുമല്ല വണ്ടർഫുൾ എന്ന് പറഞ്ഞത്. സംഭവം കിടിലനാണ്, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. വളരെ എളുപ്പമല്ലേ? പെട്ടെന്ന് ഒരു 4 മണി പലഹാരം കുട്ടികൾ വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ. വീട്ടിൽ ബ്രെഡ് ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ ആ ഉള്ളിയുടെയും മല്ലിയിലയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും അയമോദകത്തിൻ്റെയും കായത്തിൻ്റെയും ഒക്കെ ടേസ്റ്റോട് കൂടിയിട്ട് ആ സോസിൽ മുക്കി അങ്ങ് കഴിക്കുക. ഓക്കെ, അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കൂടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുകയും വേണം. കാരണം അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് പ്ലിങ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ,
അപ്പോൾ നമുക്ക് വീണ്ടും ഉടനെ കാണാം.